ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാറുണ്ടോ? ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാട്ടോ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും പറയുന്ന മറുപടി എന്താണ്? ഞാൻ നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഈശോയെ. നമ്മൾ പറയുന്ന മറുപടി ഇതാ, സ്നേഹിക്കുന്നില്ല എന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. കാരണം ദൈവത്തെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടയാളം, തെളിവ് എന്താണ്? നീ എന്നെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. സ്നേഹിക്കുന്നവരുടെ വാക്കുകൾ അനുസരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. പക്ഷേ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് 100% പറയുന്നുണ്ട്, പക്ഷേ ദൈവത്തെ അനുസരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ആ സ്നേഹത്തിന് ആത്മാർത്ഥതയില്ല എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ പറയുന്നത് കേൾക്കാനായിട്ട്, അവൻ്റെ വചനമനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, വാക്കുകൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ആ സ്നേഹം ദൈവത്തിന് വേണ്ട. സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നീ ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ? അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കാനായിട്ട് നീ തയ്യാറാകുമ്പോഴാണ് എൻ്റെ ദൈവം ആ സ്നേഹത്തിന് വിലമതിക്കുന്നത്. ആ സ്നേഹമാണ് ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ദൈവത്തെ സ്നേഹിക്കാം, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. അതേപോലെ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കും കേട്ടോ. സ്നേഹിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ പറ്റണം. അവർ പറയുന്നത് അനുസരിക്കുമ്പോഴാണ് ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, അവൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടാവട്ടെ. അവൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട്, വാക്കുകൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാകാതെ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.